എന്താ ഇതിന് മാത്രത്തിൽ ചിരിക്കാൻ? നീ എത്രയും പെട്ടെന്ന് പെണ്ണായ? ഇതിന് മാത്രം ചിരിക്കാനെന്നാ? ഇതിലെ ഹാസ്യം എന്താന്ന് കുട്ടിക്ക് മനസ്സിലായില്ല. എടാ നിന്റെ പേരൊന്നും കൂടി പറഞ്ഞു കൊടുത്തടാ. ലൈലാസുരൻ എന്നല്ലേ? ആ പേരിന് എന്താ ഇത്ര കുഴപ്പം? നീ ആരാ? നിനക്ക് ഹൃദയരഞ്ജനാരാണെന്നറിയോ? ഓന്റെ പവർ എന്താണെന്നറിയോ? ഞാൻ ആരാന്നറിയോ? നീ ഏതാടി? എടീന്നാ, ഞാൻ സഖാവ് ബിനോയുടെ ക്ലാസ്സിലാ. ബിനോയ് ഓ PG കാര്യാണല്ലേ? മര്യാദക്ക് ഇവനെ വിളിച്ചിട്ട് കൺമുഞ്ഞിന്ന് വിട്ടോ, എനിക്ക് നല്ല ഇടി കിട്ടും. വിട്ടോ വാടോ. സഖാവ് ബിനോയ് ഭയങ്കര പ്രശ്നക്കാരനാ. അത് ഞാൻ പറയായിരിക്കും. ശരിയാണ്ടാ. നീ ഇങ്ങോട്ട് പോര്. നമ്മളെ അല്ല നിന്നെ. ഹായ്, താങ്ക്സ് ചേച്ചി. ചേച്ചി ഒന്നും അല്ലടോ, ഞാനും ഫസ്റ്റ് ഇയറാ. ഫസ്റ്റ് ഇയറാ? എടി ഭയങ്കരി, താനാള് കൊള്ളാല. എന്താണ് ഇയാളുടെ പേര്? സരോജാദേവി. സരോജാദേവി കൊള്ളാലോ, നല്ല പുതുമയുള്ള പേരാണല്ലോ. അയ്യോ പോയാ. അതെ, അപ്പൊ ആരാണ് ഈ ബിനോയ് സഖാവ്? ആ, അവിടെ ഒരു പോസ്റ്റർ കണ്ടു, സഖാവ് ബിനോയ്ക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കിയതാ. അമ്പടി കുശാഗ്രബുദ്ധിക്കാരിയാണല്ലോ. ഇത് തന്റെ ബസ്സാണോ? ഇതെന്റെ പേഴ്സാണല്ലോ. ഇതെവിടെ നിന്ന് കിട്ടി? ഇയാള് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ പോയതാ. ഇതൊന്നും തനിക്ക് തരാൻ വേണ്ടിട്ടാ ഞാൻ വന്നേ. അന്ന് ഞാൻ പോട്ടെ. ലൈലാസുരൻ. സരോജാദേവി നല്ല ഇച്ചിരിയുള്ള പേരാണല്ലേ. നീ മിണ്ടരുത്. എന്റെ സീനിയേഴ്സ് ആകിയത് ആ കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ അവിടെ പോയി കിടക്കാ. നീ ഒരുത്തരുടെ തോളത്ത് കൈയിട്ട് പാട്ടും പാടി പോയപ്പോ ഞാൻ വിചാരിച്ച് നിന്റെ പഴയ വല്ല സുഹൃത്ത് വലയുണ്ടായിപ്പറക്കല്ലേടാ നീ. പേടിച്ചു വരാ സീനിയേഴ്സ് റാഗി. എന്തായാലും അവൻ എന്റെ കയ്യിൽ ഒതുക്കത്തി കിട്ടും. കോളേജിലൊന്നും ആദ്യ ദിവസം തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ വിട്ടുകൊടുത്താണ്. എന്റെ പൊന്നിലൂടെ അവരൊക്കെ സീനിയേഴ്സ് ആണ്. സ്വന്തമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറുള്ള നല്ല കിടിലൻ ടീമാണ്. എടാ ഞാനും ഉണ്ടാക്കണ സ്വന്തമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറുള്ള കിടിലൻ ടീം. സമയം ഇങ്ങനെ നടക്കാല്ലേ, അവനെ എന്റെ കൈ കിട്ടും. അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നിനക്കല്ലേ പഠിക്കണ്ടേ? കുട്ടി മലയാളം ക്ലാസ്. ഞാനും അങ്ങോട്ടേക്ക് ഞാൻ അമന്യ. എന്ത് സുധനായിരുന്നു? സുധനല്ല, ലൈലാസുരൻ. ഞാൻ ഫിജോ ഫെർണാണ്ടസ്. നിങ്ങൾ ഫ്രണ്ട്സ് ആണല്ലേ? കുട്ടി മലയാളമാണല്ലേ? ഞാനായിരിക്കും നിങ്ങളുടെ പുതിയ ക്ലാസ് ട്യൂട്ടർ മേഴ്സി നൈന. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് എന്നോട് ചോദിക്കാം. കേറിക്കോട്ടെ. ആദ്യത്തെ ദിവസം തന്നെ ലേറ്റ് ആണല്ലോ. പോര്. നിക്ക് എങ്ങോട്ടാ ഓടി പോണേ? ഇവിടെ മുന്നില്. സംസാരിച്ചിട്ട് വിട്ടു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും എഞ്ചിനീയറിംഗും മറ്റു കോഴ്സുകളൊക്കെ എടുത്ത് പോകുമ്പോൾ നിങ്ങളെപ്പോലെ കുറച്ച് കുട്ടികളെങ്കിലും നമ്മുടെ ഭാഷയെ ഇഷ്ടപ്പെട്ട് മലയാളം തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ. നിങ്ങളൊരു പ്രതീക്ഷയാണ്. ഈ കൂട്ടത്തിൽ കവികളുണ്ടാവും, കഥാകൃത്തുക്കളുണ്ടാവും. ഇതൊരു നല്ല തുടക്കമാവണം. അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് തുടങ്ങാം. സ്വർഗീയ പിതാവേ, രക്ഷകനായ യേശുവേ, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അതല്ലടാ, സരോജയുടെ കൂടെ താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. എടാ നമ്മളവിടെ വണ്ടി കൊണ്ടു വെച്ചില്ലേ, അവിടെ എന്നെ പേഴ്സ് കളഞ്ഞു പോയി. അത് അവളാണ് എടുത്തോണ്ട് വന്നേന്ന്. 2000 രൂപ. ഇത് എവിടെ നിന്ന് അടിച്ചു പറ്റിയതാ? ഇവിടെ ഒരു കലക്കം കുഴിമന്തിക്കട ഉണ്ട്, പോയാലേ? പ്രാർത്ഥന കേട്ടോ. ഓട്ടോ നന്മയുടെയും വെളിച്ചത്തിന്റെയും പഠനത്തിന്റെയും പാത തുറക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇരിക്കൂ. ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല. ഇനി നമുക്ക് എല്ലാവർക്കും പരസ്പരം ഒന്ന് പരിചയപ്പെട്ടാലോ? വന്ദനം. എന്റെ പേര് വിഷ്ണു ശിവൻ. കരുത്തല കിഴക്ക് വശമാണ് എന്റെ വീട്. പിന്നെ 10ലും +1ലും +2 ഫുൾ A+ ഉണ്ട്. ജനതാ കവലയിലൊക്കെ ഫ്ലെക്സ് ഒക്കെ അല്ല നിനക്കല്ല പഠിക്കണ്ടേ? പറഞ്ഞോ. അകമഴിഞ്ഞൊരു ഭാഷാ സ്നേഹി ആയതുകൊണ്ടാണ് മലയാളം തിരഞ്ഞെടുത്തത്. കലാ കായിക സാഹിത്യ മേഖലകളിൽ ഞാനെന്നും ഒരു നിരസാന്നിധ്യം. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ഈ ക്യാമ്പസിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു വന്ന എല്ലാ നവാഗത വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഈ ക്യാമ്പസിന്റെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFK സ്വാഗതം ചെയ്യുന്നു. പക്ഷേ
പ്രിയ സുഹൃത്തുക്കളെ, SFK ഇന്ന് സംസ്ഥാന വ്യാപകമായി ക്ലാസ് മുടക്കുകയാണ്. നല്ലൊരു വിദ്യാഭ്യാസ പുരോഗമനത്തിനായി പുതിയൊരു തുടക്കമെന്നോണം എല്ലാവർക്കും ഇന്ന് വീട്ടിലേക്ക് പോകാം. ഇന്ന് ക്ലാസ്സില്ല. എന്താണ് എല്ലാവരും പോണത്? ടീച്ചർക്കും വീട്ടിലേക്ക് പോകാം. തടസ്സങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു തുടക്കം. ലൈലു, നമ്മള് നമ്മുടെ ലൈഫിലെടുത്ത ഏറ്റവും നല്ല തീരുമാനം ഈ കോളേജ് കയ്യിലടിച്ച് അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ സ്ട്രൈക്ക് ആണല്ലോ. എടതേ സരോജാണ്, ഒരു താങ്ക്സ് പറഞ്ഞിട്ട് വരാം. ഒന്ന് പോയോ? വാ. ഫീസ് അടിച്ചിട്ട് നമുക്ക് മസാല ദോശയും ചായയും കുടിക്കാം. നിങ്ങള് ഫസ്റ്റ് ഇയർ അല്ലേ? ആ, അതെ. എവിടെ പോവാ? ഇന്ന് ക്ലാസ്സിലെ സാറ് സ്ട്രൈക്കാണ്. സ്ട്രൈക്കാ? എന്ത് കാര്യത്തിന്? ഞാൻ പറയാം. എടാ, നമ്മുടെ സമരമൊക്കെ വിജയല്ലേ? ബിനോയ് സി ബാബു, എന്തിനാടോ ഈ സ്ട്രൈക്ക്? എന്ത് പുരോഗമനമാണ്? ബിനോയ് സി ബാബു, താൻ ഈ ക്യാമ്പസിന്റെ ചെയർമാനാണ്. താനല്ലേടോ മറ്റുള്ളവർക്ക് മാതൃക ആകേണ്ടത്. എന്താണ് അഫ്സൽ അബ്ദുൽ ലത്തീഫ് ഇതൊക്കെ? നിങ്ങൾ കാരണം ഈ കുട്ടികളുടെ ഒരു ദിവസത്തെ ക്ലാസ് ആണ് മുടങ്ങുന്നത്. എന്ത് ദിവസത്തെ ക്ലാസ് മുടക്കുന്ന സാറ് പറയണേ? സാറേ, ഈ ക്യാമ്പസിൽ മര്യാദയ്ക്ക് മുണ്ട് മണിക്ക് കുത്തി നടക്കാൻ പറ്റോ? അപ്പൊ കൊതുകടിക്കും. ആ കാണുന്ന ഓടെ വൃത്തികേടായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്റെ ബിനോയ് സി ബാബു, ഈ കുട്ടികളുടെ ക്ലാസ് മുടങ്ങും. താ ഒരു കാര്യം ചെയ്യും, ഈ മുണ്ട് മാറ്റി ജീൻസ് ആക്ക്. അപ്പൊ കൊതു കുത്തത്തില്ല. സാറേ, നിർത്ത്. ഞങ്ങൾ മുണ്ട് കൊടുക്കും. വേണ്ടി വന്നാ ബിനോയ് സി ബാബു വേണ്ട. പിന്നെ ഇയാൾ എന്ത് ബിനോയ് സി ബാബു താന്റെ അധ്യാപകന്റെ മുഖത്ത് നോക്കിയാണ് ഇങ്ങനെ കാണിച്ചത് കേട്ടോ. നിന്നെ ഞാൻ സാറ് പോയി ഗ്രൗണ്ടിൽ കണ്ടോളാം. പരിഹരിക്ക്. എടാ ബിനോയ് സി ബാബു, ഈ KK പ്രദീപ് കട്ടച്ചൽ കുഴിയെ നിനക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ. ഈ സമരം ഞാൻ അറിഞ്ഞില്ല. അടുത്ത തവണ ആവട്ടെ. സാറിന്റെ വണ്ടി ഇതെന്തിനാ നിങ്ങൾ എടുത്ത് വെച്ചേക്കുന്നത്? അല്ല, സാറിലെ നേരത്തെ തന്നിട്ട് അങ്ങോട്ട് കൊടുക്കളഞ്ഞത്. ഓ, ഞാൻ തന്നിട്ട് പോയില്ലേ, സോറി. നിങ്ങൾ പുതിയ പിള്ളേരല്ലേ? എന്താ പേര്? ഫിജോ ഫെർണാണ്ടസ്. വെരി ഗുഡ്. എന്താ ഇയാളുടെ പേര്? പേരെന്താ? ലൈലാസുർ. ഫുൾ നെയിം പറയേ. CK ലൈലാസുർ. ഇവന്റെ അപ്പൂപ്പന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ഗുഡ് നെയിം, ഗുഡ് നെയിം. ലിജ ഫെർണാണ്ടസ്. ഫിജോ ഫെർണാണ്ടസ്. വെരി ഗുഡ്. അപ്പോ ഉഴപ്പരുത്, ഉഷപ്പടിക്കണം, പഠിക്കണം. പഠിക്കൂല. ഞങ്ങൾ വീട്ടിൽ പോട്ടെ. നിങ്ങളെല്ലാം കഴിച്ചായിരുന്നു? എന്നാലും 5 റൗണ്ട് കൂടെ ഓടിയിട്ട് ഒരു സെറ്റ് വോളിബോളും കളിച്ചിട്ട് വീട്ടിൽ പോക്കോ. ഓക്കെ? ഇവിടെ ഇല്ലല്ലോ, ഇനിയിപ്പോ എവിടെന്നാ പൈസ കിട്ടുക? അറിയില്ലല്ലോടാ, ഞാൻ പോട്ടെ. ഹായ്. ഹായ്. അന്നേരം പേഴ്സ് വന്നപ്പോ താങ്ക്സ് പറയാൻ പറ്റില്ല, അതുകൊണ്ട് താങ്ക്സ് പറയാൻ വന്ന. താങ്ക്സ്. ഏയ്, അതൊന്നും സാരില്ല. താങ്ക്സ് കഴിഞ്ഞ് വാ പോവാ. നീ ഒന്നും അതെ, എന്താണ് ഒരു ശോകമുഖത? യു ഓക്കെ? എനി പ്രോബ്ലം? ഒരു ഷോകും വാ പോവാ. പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പറയണമെന്നില്ല കേട്ടോ. ഞാനെന്നാ ഏയ്, അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് ടൈം അടക്കേണ്ട ഫീല് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. കാർഡാണെങ്കിൽ എടുക്കുന്നുമില്ല. ഇനി എവിടെ ATM എവിടെ ഉള്ളതെന്നറിയോ? തൊട്ട് ബാക്കിലല്ലേ ATM, അതിനകത്ത് ട്രൈ ആയിരുന്നില്ലേ? അവിടെ നോക്കി, പക്ഷെ അത് വർക്ക് ആവണില്ല. അയ്യോ, കുട്ടിക്ക് എത്ര രൂപയാണ് അടയ്ക്കാനുള്ളത്? ഒരു 1750 രൂപ ഉണ്ട്. അത്രേ ഉള്ളൂ. ഇപ്പൊ ശരിയാക്കി തരാം. വേണ്ട ദൈവത്തോട് തിരക്കില്ലടാ. പോയി 2000 രൂപ ഉണ്ട്. കുട്ടിയുടെ കാര്യം നടക്കട്ടെ. ഇവിടെ ഏയ്, അടുത്തൊന്നും അതിന്റെ ഒന്നും ATM ഇല്ല. ആവശ്യമില്ല. എനിക്ക് ഇപ്പോഴൊന്നും തരണമെന്നില്ല. ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നാന്ന് വിചാരിച്ചാൽ മതി. ആരും ചെയ്യാത്തൊരു കാര്യം ലൈലാസറിന് ഇപ്പൊ ചെയ്തേ. താങ്ക്സ്. എനിക്ക് ലൈലാസറിന്റെ ഫോൺ നമ്പർ 9400452489. പതുക്കെ. 9400452489. അത് തന്നെ. GPay ഇല്ലേ? ഓ ഉണ്ട്. ഞാൻ GPay ചെയ്തേക്കാം. ഓക്കെ. എന്നാ ഞാൻ ഫീ അടക്കട്ടെ. ബൈ. ബൈ. കണ്ട എന്റെ നമ്പർ മേടിച്ചണ്ട അവള്. ആ പൈസ പോയാടാ ലൈലു. അത് ഗൂഗിൾ ആൻറ്റി തരും. ദേ എന്നെ നോക്കി ചിരിച്ച്. തരും തരൂന്ന് പറഞ്ഞാ തരും. തരോല്ലേ? പിന്നെ അല്ലാണ്ട്. വെൽക്കം. എന്താ? ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. എനിക്കിപ്പോ വേണ്ട. അമ്മേ, ചേട്ടന് ഫുഡ് വേണ്ടാന്ന്. ചോറില് വെള്ളം ഒഴിച്ച് വെച്ചേക്ക്. ഓടി, എനിക്ക് ഫുഡ് വേണം. നീ തിന്നണ്ടാ.
പോവാണ്. ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഫോണൊന്ന് മാറ്റി വെക്കില്ലേ? ചോറിന് എന്താണ് കറി? ഓ, തോരൻ, സാമ്പാർ, ചീരക്കറി. അയ്യേ, മൂട് പോയി. ഏത് നേരത്തൊരു റസ്ക് തീറ്റ. അഴകനെ മാറ്റി വെച്ച് ചോറ് കഴിച്ചേ. ചെമ്മീൻ റോസ്റ്റും കൂന്തൽ ഫ്രൈയും. കുഞ്ഞു വയറല്ലേ, ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ കഴിക്കാനാ? ഈ അമ്മയ്ക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്റെ പൊന്നുമോളെ, നമുക്ക് നാളെ മീൻ മേടിക്കും കേട്ടോ. നീ ആഹാരം കഴിക്കുന്നില്ലേ? ഞാൻ ഈ കസേര ഒന്ന് നീക്കിടാൻ വേണ്ടി എണീറ്റാണ്. അടുക്കളയിൽ പോയി ഇത്തിരി അച്ചാർ എടുത്തോണ്ട് വാ. എന്തായാലും നീ എഴുന്നേറ്റതല്ലേ? അച്ചാറാ? ഞാനാ? അച്ചാറ് ഞാൻ എടുത്തിട്ടുണ്ട്, നീ അവിടെ ഇരുന്ന് കഴിച്ചേ. ബാക്കിയുള്ളവർക്ക് എണീക്കാനും പാടില്ലേ? ഇതെന്താണ്? കോളേക്ക് എങ്ങോട്ടാ? കോളേജൊക്കെ കിട്ടിയാണ് പാപ്പ, ഒന്നും പറയാനില്ല. അതെ, ചേട്ടൻ വിളിച്ചിരുന്നു. ഇത്തവണയും ലീവ് ക്യാൻസൽ ആയിന്നാ പറഞ്ഞേ. സ്വാഭാവികം. രാജന്റെ മോളുടെ കല്യാണത്തിന് വരാന്ന് പറഞ്ഞാൽ രാജന്റെ കല്യാണത്തിന് വരാത്തവന് വന്നപ്പോ തുടങ്ങിയതാണല്ലോ ഇത്. ഡാ കഴിച്ചിട്ട് പോടാ. മതി മതി. ലവാണ്. മിണ്ടാതെ കഴിക്കി. ലൈലാസുരൻ റീൽസ് ചെയ്യലുണ്ടോ? റീൽസ് ഒക്കെ കോമഡി അല്ലേ? ലൈലുവിന് കോമഡി റീൽസ് ആണോ ഇഷ്ടം? കോമഡി റീൽസാ? ലൈലുവിന് ഡാൻസിങ്, ആക്ടിങ് അങ്ങനത്തെ റീൽസ് ഒക്കെ ഇഷ്ടമാണോ? ഇയാൾക്ക് ഉറപ്പൊന്നുമില്ലേ? പാതിരാത്രിക്ക് ഷൂസ് കിട്ടി ഇയാളെ ഇങ്ങോട്ടാ. അമ്മേ, അയ്യോ 4 മണി കഴിഞ്ഞല്ലോ. പ്രണയമുണ്ട്, സ്വന്തം വാക്യം അജ്ഞാത്. അങ്ങോട്ട് പോയാനെ മഴ തൊട. നിങ്ങൾ രണ്ടുപേരും കൂടി കൊടയൊക്കെ ചൂടി പൊക്കോളൂ. ഓക്കെടാ. അയ്യോ സോറി സാരോ. ലൈലു എവിടെ ഉണ്ട്? ലൈലു, ഹായ് സരോ. ഹായ്. ലൈലു എന്തോ പറയാണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തോ പറയാണ്ടെന്ന് സരോയും പറഞ്ഞിരുന്നു. ലൈലു പറഞ്ഞോ? കണ്ടനാൾ നെഞ്ചിലൊരു മുള്ളുകൊണ്ടു, അന്നാദ്യമായി തൊണ്ടയിലെ വാക്കരണ്ടു. മിണ്ടുവാനുണ്ടായിരുന്നേറെയെന്നാകിലും പേടിയുണ്ടതിലുമേറെ. നിന്നിഴൽ തണലത്തെ തണുവും കായും തെന്നലായതാ ചാരത്തണഞ്ഞു നിൽപ്പു. ഈ വരിക്കിടയിൽ നിന്നാർദ്രമായി ഞാൻ ഒളിക്കണ്ണിനകലത്തിൽ കാത്തു നിൽക്കാം. അറിയില്ല ഇനിമേലിൽ ഇതുപോലെ ഈ പ്രേമം പടരുമോ പാതിയിൽ വീണിടുമോ. മനസ്സിലിനി ആറാത്ത പോറലായി ഉള്ളുനീറുന്ന പ്രാണന്റെ വേവു മാത്രം.
സഖാവ് ഇന്ന് ഇതിനൊരു തീരുമാനം ഈ കാര്യത്തിൽ ഇനി വേറെ തീരുമാനമൊന്നുമില്ല. നിങ്ങൾ പിള്ളേരുടെ പ്രശ്നങ്ങൾക്ക് ഈ മാനേജ്മെന്റിന്റെ ചർച്ചകള് ഒരു തീരുമാനം ഉണ്ടാക്കണവരെ ഈ ക്യാമ്പസിൽ പഠിക്കണ്ട. അതന്നെ തീരുമാനം. എന്ത് സംഘടന ആവശ്യപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാവണ വരെ നമ്മൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകും സഖാവേ. KP വത്സല മേഡം, കഴിഞ്ഞ വർഷവും കണ്ടിട്ട് മിണ്ടാതെ നിന്നതാണ്. ഈ പിള്ളേരുടെ പഠിത്തം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താ തമാശ കളിയെന്നാണ് വിചാരം? ഇത്രയും നാളും നമ്മുടെ പിള്ളേരെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പൊ ആ സമരം എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് പറയണ അകത്തോട്ട് കയറിയിട്ടുണ്ട്. മാഡം, ഇനി ഇത് നോക്കിയിരിക്കാൻ പറ്റത്തില്ല. ഉടനെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഞാൻ കയറി എന്തെങ്കിലും ചെയ്യും. മാഡം, മാനേജ്മെന്റിനോട് ഒന്ന് സംസാരിച്ച് ആ ബോയ്സിന്റെ ബാത്റൂമിന്റെ കാര്യത്തിൽ എന്തേലും ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്ക്. നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം. ഇരുന്നിട്ടൊന്നും കാര്യമില്ല KP വത്സല മേഡം. ഒളിമ്പിക്സ് ഒക്കെയാണ് വരാൻ പോകുന്നത്. എന്റെ പിള്ളേർ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് അറിയാമോ? ഹലോ, പോലീസ് സ്റ്റേഷൻ. എനിക്കറിയാം ലൈല സാറിന് ഇഷ്ടാ, എനിക്കും ലൈല സാറിന് ഇഷ്ടാ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആവുമല്ലോ എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ അച്ഛൻ്റെ കൂടെ നിന്നേ പറ്റൂ. സാറ് എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇനി എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഇഷ്ടം ലൈലുവിൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല. എൻ്റെ അച്ഛനൊരു ലോട്ടറി എടുത്തിട്ടുണ്ടായിന്. അതിനങ്ങ് ഫസ്റ്റ് പ്രൈസ് അടിച്ചാ നമ്മുടെ ഈ ബന്ധം വീട്ടിൽ ഒരിക്കലും സംഭവിക്കാൻ പോണില്ല. എന്ത്? പിന്നെ നമ്മൾ തമ്മിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് ലൈലുവിന് ഫീൽ ആവില്ല എന്ന് എനിക്കറിയാം. എനിക്കറിയാം സാറെ പറ്റിക്കാൻ പറഞ്ഞാന്ന്. എന്താ? സോറി ഫോർ എവരിതിങ്. എന്നെ ശപിക്കരുത്.